ഇന്നലെ ഉണ്ടല്ലോ വളപ്പ് പോയപ്പോൾ കിട്ടിയ ചേനപ്പൂവ് കേട്ടോ. ഞാൻ ഇന്നലെ വീഡിയോയിൽ ഇട്ടിരുന്നല്ലോ. അപ്പോൾ ഞാൻ ചേനപ്പൂവാണിന്ന് മസാലക്കറി ഉണ്ടാക്കുന്നത് കേട്ടോ. കണ്ട ശരിക്ക് ചേനപ്പൂവിടെ പുറം കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ആനയുടെ ചെവി പോലെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ അത് തുറന്ന് നോക്കിയപ്പോഴേ അതിനെക്കാട്ടിലും ഭംഗി. നിറയെ പൂക്കൾ ഉള്ള ഒരു മുട്ട് പോലെ ഒരു മഞ്ഞ കളറിൽ കണ്ട എന്ത് ഭംഗിയെന്നറിയാം കാണാൻ. അങ്ങനെ ഞാനത് തുറന്നിട്ടിട്ടോ. ചേനപ്പൂവിനെ 4 ഭാഗങ്ങളാട്ടോ കണ്ടത്. ഒരു മഞ്ഞ അതിൽ ചെറിയതാണ്, അത് ഞാൻ കളയണില്ല, അത് അതുപോലെ അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ അത് മൊത്തം അരിഞ്ഞെടുത്തിട്ടോ. പിന്നെ രണ്ടാമത്തെ ഭാഗമാണിത്. അതിൽ ചെറിയ മുട്ട് ഇങ്ങനെ മുകളിലേക്ക് നിൽക്കണം, ഓമക്കായുടെ പൂളുണ്ടാവില്ല അതേപോലെ. അപ്പോൾ ഞാനതൊക്കെ കളഞ്ഞു. എന്നിട്ട് അതും അരിഞ്ഞെടുത്തിട്ടോ. ഞാൻ പറഞ്ഞില്ല ആനയുടെ ചെവി പോലെ ഉണ്ടെന്ന്, പക്ഷേ അത് തീരെ കനല്ലാത്ത നൈസാട്ടോ. അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ചേനപ്പൂവിൻ്റെ വേറൊരു ഭാഗം കേട്ടോ ഇത്, കാപ്പി കളർ. അത് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയെ നാരാണ്. അപ്പോൾ ഞാൻ ആ നാരൊക്കെ കളഞ്ഞിട്ട് അതൊക്കെ എടുത്തു കിട്ടോ. ഞാനതൊക്കെ പൊടിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ട് ഹരിതക്കാർ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ചേനപ്പൂ കിട്ടി പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ചെറുചുള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഏതായാലും വിഷത്തിന് നല്ലതല്ലേ മഞ്ഞൾ, അപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾ കൂടി ഇട്ടിട്ട് കഴുകിയെടുക്കുക കേട്ടോ. അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ കഴുകിയിട്ട് അത് വാര വെച്ചിട്ടോ. ഞാനുണ്ടല്ലോ അത് എങ്ങനെ വെക്കണമെന്ന് അറിയുമോ? ബീഫ് വെക്കണ പോലെ വെക്കണത്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് നിന്നിട്ട് അതിലേക്ക് പട്ടയും ഏലക്കയും ഒക്കെ ഇട്ട് അതിനുശേഷം വലിയ ഉള്ളി ഇടുന്നത് കേട്ടോ. വലിയ ഉള്ളി ഒന്ന് വഴഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് ഒരു നുള്ളു ഉപ്പിട്ടുണ്ട്, ഉപ്പ് വഴയാൻ വേണ്ടിയിട്ട്. പിന്നെ തക്കാളി ഇടുക. തക്കാളിക്ക് ശേഷം പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതിടുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല ഇളങ്ങി വഴഞ്ഞ് വരുമ്പോൾ പിന്നെ എന്നറിയാം ഇതിൽ പച്ചമുളക് കുറച്ച് അധികം ഇടുന്നുണ്ട്. എന്നറിയോ നല്ല എരിവ് വേണം കാണുമ്പോൾ തന്നെ. അപ്പോൾ എരിവ് നല്ല ഇട്ടാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പച്ചമുളക് കുറച്ച് കൂടുതൽ ഇട്ടിട്ടോ. ഞാൻ എല്ലാ ഇട്ടതിൻ്റെ ശേഷം ഒന്ന് അടച്ച് വെക്കണം, നല്ലപോലെ ഒന്ന് വഴയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ശേഷം പിന്നെ അതിൽ പൊടി ഇടുക കേട്ടോ. മുളകും പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, അങ്ങനെ ഇതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇട്ടിട്ടൊന്ന് പച്ചമണം മാറുന്നവരൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ നല്ല വഴഞ്ഞെന്ന് കണ്ട ഇതാണ് ചേനപ്പൂ. കണ്ട പല കളർ, നല്ല ഭംഗിയില്ലേ കാണാൻ. 3-4 കളറാണ്, ചുവപ്പും ഒക്കെ ആയിട്ട്. അങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണത്ത. കാരണം അടുപ്പത്ത് കടന്നിട്ട് അതിൽ എണ്ണയിൽ കടന്നിട്ട് ഈ മസാലയും ഒക്കെ അതിന് ജോയിൻ്റ് ആയിട്ട് പിടിക്കുന്നവരെ ഇളക്കി കൊടുക്കുന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ചേനപ്പൂ വേവും വേണം, അതുപോലെ വെള്ളം വറ്റി വരും വേണം. അതുപോലെ അടച്ച് വെച്ച് വേവിക്കുക. ഉള്ളി വഴറ്റുമ്പോഴേ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു, പക്ഷേ പിന്നെ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് കമ്മിയാട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണ്ടേ. അങ്ങനെ അത് വെള്ളം വറ്റി വന്നു കേട്ടോ. ഒരു പിടി കാഷ്നട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നേ. കാഷ്നട്ടിൻ്റെ കൂടെ 1 ടീസ്പൂൺ തൈരും ചേർക്കണം കേട്ടോ. എന്നിട്ട് 2 കൂടി അടിച്ചെടുത്താണ് കേട്ടോ അത് ഒഴിക്കണത്. പിന്നെ നല്ല മിക്സി കഴുകിയ വെള്ളം അതിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ഒഴിച്ചിട്ട് നല്ലൊന്ന് തിള വരുന്നതോട് കൂടി ഇറക്കി വെക്കുക. അതിന് ശേഷം കുറച്ച് മല്ലിത്തലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചേനപ്പൂവ് മസാലക്കറി റെഡി. ഇത് ശരിക്കും കാണുമ്പോഴുണ്ടല്ലോ ശരിക്കും നമ്മുടെ ബോട്ടിയില്ലേ, ബോട്ടിൽ അതേ ലുക്കാണ്. കാരണം അതിൻ്റെ പിന്നെ ഒരു പിരിപിരിന്നുള്ള സാധനമല്ല അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഫുഡ് എന്താണെന്ന് അറിയുമോ? ചേനപ്പൂ മസാലക്കറി, പപ്പടം, അതുപോലെ നാരങ്ങ അച്ചാർ, മോരൊച്ച കറി. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ?